സുഹൃതയിലെ പൂട്ടൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിലെ ദേവമാതാ കുടുംബ കൂട്ടായ്മ നിങ്ങളിലേക്ക്. ഞങ്ങളുടെ കഥയും കഥാപാത്രങ്ങളും ഇന്നത്തെ സമൂഹം നേരിടുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ്. ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് അമ്മ. ലോകത്തിൽ നിങ്ങൾ വെറുമൊരാൾ മാത്രമായിരിക്കാം, എന്നാൽ അമ്മ എന്നൊരാൾക്ക് നിങ്ങൾ തന്നെയാണ് ലോകം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കുറെ അമ്മ മനസ്സുകളെ പരിചയപ്പെടുത്തുന്നു. മാതൃസ്നേഹം. സാറാം ചേച്ചി, ഇവിടെ ഇതുവരെ നേരം പുലർന്നില്ലേ? എഴുന്നേറ്റേ. എന്തൊരു ഉറക്കമാണിത്? എന്തുവാ എന്റെ മേരി ഇത്? ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒരു തരത്തിലാ ഞാനൊന്ന് ഉറങ്ങിയത്. ഇപ്പതാ നീയും വന്നെന്നെ വിളിച്ചുണർത്തി. ഇത്ര രാവിലെ എണീറ്റിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്റെ മേരി? എക്സസൈസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? അത് ചെയ്തില്ലെങ്കിൽ വഴക്ക് കേൾക്കുന്നത് എനിക്കല്ലേ? എഴുന്നേറ്റേ, നമുക്ക് എക്സസൈസ് ചെയ്യാം. എന്നെ കൊണ്ടെങ്കും വയ്യ എന്റെ മേരി. നമുക്കന്ന് പത്രം വായിച്ചാലോ? ഇന്നത്തെ വായിക്ക്. നിരോധിത കീടനാശിനി ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റം. മേരി, പുറത്തെ എന്തെങ്കിലും വാർത്തകൾ ഉണ്ടെങ്കിൽ വായിക്ക്. ഒമാനിൽ സ്വകാര്യ കമ്പനിക്ക് തീപിടിച്ച 6 മരണം. എന്റെ മാതാവേ, ഒമാനിലോ തീപിടുത്തമോ? മേരി, നീ ആ ഫോണിങ് തന്നെ. എന്റെ മോൻ എവിടാ? ഫോണിൽ വിളിക്കാം മോനെ. ഹലോ. എന്ത് പറയാനാ? ഒരു മകനുള്ളത് അങ്ങ് അമേരിക്കയില്, രണ്ടാമത്തവനോ അങ്ങ് ഒമാനില്, മൂന്നാമത്തെ മകൻ അങ്ങ് ഓസ്ട്രേലിയയില്. അമ്മച്ചിക്ക് താമസിക്കാൻ യോഗ ഈ വൃദ്ധസദനത്തില്. മക്കൾക്ക് എന്തെങ്കിലും ആയെന്ന് പറഞ്ഞ് അമ്മ ഫോൺ എടുത്തോണ്ട് ഓടും. എന്നാൽ ഈ അമ്മ 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. ഞാൻ മക്കളുടെ സ്നേഹം ഒന്നും കണ്ടില്ല. ഇതൊക്കെ കാണുമ്പോ തോന്നും മക്കളില്ലാത്തതാ നല്ലതെന്ന്. എനിക്കും ഉണ്ടേ 2. എന്റെയൊക്കെ അവസ്ഥ എന്താകുമോ എന്തോ. സമാധാനമായി എന്റെ മേരി. എന്റെ കുഞ്ഞിനെ വിളിച്ച് കിട്ടി. അവന് ഒരു കുഴപ്പവുമില്ല. എന്റെ മാതാവിനെ കാത്തു. ഡോക്ടർ ആരെയോ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ടല്ലോ. പുതിയ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. റോസമ്മ ചേച്ചി വന്നോളൂ. ഇത് റോസമ്മ ചേച്ചി പുതുതായി നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന അംഗമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പരിചയപ്പെട്ടിരുന്നോളൂ. എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്. ഞാൻ പിന്നെ വരാം കേട്ടോ. റോസമ്മ ചേച്ചി എവിടുന്നാ? ഞാനേ അങ്ങ് പാലായിന്നാ. ഞങ്ങള് കാരണവന്മാരായിട്ട് പാലായില്ല. മുസിങ്കൽ തറവാട് വലിയ കുടുംബക്കാരാ. കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. എന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മി, ഇതെവിടെയാ മമ്മി? ആരോടും പറയാതെ ഇത് എങ്ങോട്ടാ പോയേ? എത്ര നേരമായി വിളിക്കുന്നു. ഞങ്ങൾ എത്ര വിഷമിച്ചു എന്നറിയാമോ? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോകും. നീ ആരാടാ ചോദിക്കാൻ? നീ നിന്റെ ഭാര്യ പറയുന്നത് കേട്ട് നടക്കുമല്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ആ വീടും 50 ഏക്കർ സ്ഥലവും എന്റെ പേരിലാ. എന്നെ വിഷമിപ്പിച്ചാൽ ഞാൻ വല്ല പള്ളിക്ക് എഴുതി കൊടുക്കും. നീ നിന്റെ ഭാര്യയോട് പറ അവളുടെ അഹങ്കാരമൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാൻ. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം അങ്ങോട്ട് വരണോ വേണ്ടേന്ന്. ഈ റോസിയോടാ കളി. എന്നാ റോസി പ്രശ്നം? അവൾക്കേ അഹങ്കാര. വലിയ ജോലിക്കാരിയാണെന്നാ വിചാരം. ആർക്കാ? എന്റെ മരുമോക്ക്. അല്ലാതാർക്കാ? എനിക്കുണ്ടായിരുന്നു അവളുടെ ഈ പ്രായത്തിലെ ജോലിയൊക്കെ. എന്ത് ജോലിയാ? വീട്ടു ജോലി. എന്റെ വീട്ടിലെ ജോലി. അതെന്നെ ഒരു ജോലിയല്ലേ? ജോലിയാ. അതെ, ഞാനും എന്റെ മരുമകളും തമ്മിൽ ചേരത്തില്ല. ഞാൻ പറയുന്നത് അവളും അനുസരിക്കത്തില്ല, അവള് പറയുന്നത് ഞാനും അനുസരിക്കത്തില്ല. അതൊരു പ്രശ്നമാണോ? ഒരു പ്രശ്നവുമല്ല. എന്റെ മോനാണെങ്കിൽ അവള് പറയുന്നതേ കേൾക്കും. അവന്റെ പെറ്റതള്ളയല്ലേ ഞാൻ. എന്തുമാത്രം കഷ്ടപ്പെട്ടാ ഞാൻ അവനെ വളർത്തിയെന്ന് അറിയാവോ? എന്നിട്ട് ഇന്നലെ കാര്യമെന്ന് അവള് പറയുന്നത് അവന് വേദവാക്യം. തടയ വേണ്ട.
അപ്പൊ റോസിയുടെ ഭർത്താവോ? അങ്ങേരെ 6 വർഷം മുമ്പ് മരിച്ച്. SI തോമസ് ചാണ്ടി, കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. ശ്ശോ, ഈ അമ്മച്ചി ഇത് എവിടെന്നാ വരുന്നേ? ഞാനങ്ങ് വയനാട്ടീന്ന്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും കേട്ടിട്ടില്ല. ഓ, ഇച്ചായന്റെ പേര് കേൾക്കുമ്പോഴേ കള്ളന്മാര് മുട്ട് വിറയ്ക്കും. പക്ഷെ വീട്ടിൽ ഞാൻ വരച്ച വരയിലേ നിൽക്കും. റോസി റോസി എന്ന് വിളിച്ച് എന്റെ പുറകിൽ നിന്ന് മാറില്ലായിരുന്നു. എന്തു പറയാനാ, ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നുപോയി. ഒരു കള്ളനെ പിടിക്കാൻ തെങ്ങുംതോപ്പ് വഴി ഓടിയതാ. തേങ്ങ തലേ വീണ അങ്ങേരങ്ങ് പോയി. ഇച്ചായം മരിച്ച 1 വർഷം കഴിഞ്ഞു അവന്റെ കല്യാണവും കഴിഞ്ഞു. അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. എന്നാലും എന്റെ മകൻ ഒരു പെൺകോന്തനായി പോയല്ലോ എന്റെ കർത്താവേ. അതെങ്ങനെയാ? അപ്പനെ കണ്ടല്ലേ മോൻ പഠിക്കുന്നത്. എന്നാ പറഞ്ഞേ? നല്ല അപ്പവും കറിയും ഉണ്ടെന്ന് പറഞ്ഞതാ. ആ, എന്നായേ അപ്പത്തിന് മുട്ടക്കറിയാണോ? ഇങ്ങെടുത്തോ. ഇവിടെ എന്നും വെജിറ്റബിൾ കറിയാ. മുട്ടയൊന്നും ഇല്ലേ? ഞാൻ കുറച്ച് പൈസ തരാം, കുറച്ച് മുട്ടയൊക്കെ മേടിച്ചു വെക്ക്. നമുക്കന്ന് അത് ശരിയാക്കാം. ഇതാ റോസ് ചേച്ചി ചായ. ഇതെന്നാ ഇവിടെ ഡിസ്പോസബിൾ ഗ്ലാസ് ഒന്നും ഇല്ലേ? എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ഞാൻ ഇതെങ്ങനെ ഇവിടെ ജീവിച്ചു പോകും? ഇത് ഇവിടെ ഒന്നുമില്ല. ഞാനീ ചേച്ചി ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. ഇവിടെ അമ്മയുടെ പ്രായത്തിലുള്ള ഒത്തിരി പേരുണ്ട്. സമാധാനമായിട്ടിരിക്കെ. ഇതാ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരാൾ കൂടി വന്നിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഒക്കെ ഈ അമ്മയ്ക്ക് ആവശ്യമുണ്ട് കേട്ടോ. ജാനി ചേച്ചി എവിടുന്നാ? ഞാൻ ഇശ്ശി ദൂരെന്നാ. നിങ്ങളെയൊക്കെ കണ്ടപ്പോ എനിക്ക് സമാധാനായി. ആകെ പേടിച്ചിരിക്കായിരുന്നു ഞാന്. വീട്ടിൽ സൗകര്യം കിട്ടാനിട്ട് വന്നതായിരിക്കും അല്ലേ? അയ്യോ ഇല്ല, എന്റെ കുട്ടികളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവർക്ക് ഞാനെന്ന് വെച്ചാലേ ജീവനാ. പക്ഷെ ഇപ്പൊ തീരെ വയ്യാണ്ടായിരിക്കുന്നു. എന്നാലും പൊന്നുപോലെ എന്റെ മക്കൾ എന്നെ നോക്കണേ. അവന് മാത്രല്ല, വീട്ടിലെല്ലാവർക്കും അങ്ങനെ തന്നെയാ. ഇപ്പോൾ ആച്ച മോനും മോക്കും അമേരിക്കയിൽ ജോലി ശരിയായി. എന്റെ കടലാസ് മാത്രം ശരിയായില്ല. 1 മാസത്തിനുള്ളിൽ ശരിയാകുമെന്ന് അവൻ പറഞ്ഞേ. അതുവരെ ഇവിടെ എന്നെ നിർത്തിയേക്കുവാ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം. ഹലോ, ആരാ? ആ, ജാനി ചേച്ചിക്കാണോ? ആ, ഇപ്പൊ കൊടുക്കാട്ടോ ജാനി ചേച്ചിക്ക്. ജാനി ചേച്ചി, ഇതാ മോൻ വിളിക്കണോ. എന്റെ മോനാ. അമ്മയ്ക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കിപ്പോ ഇങ്ങനെ ലീവൊന്നുമില്ല കേട്ടോ. മോനെ, നിനക്ക് സുഖാണോ? അമ്മയ്ക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലടാ. ഭക്ഷണമൊക്കെ കഴിച്ചോ എന്റെ മോൻ? മോളും കുട്ടിയോടും സുഖായിരിക്കുന്നോ? നിങ്ങളെ കാണാത്തതിലുള്ള വിഷമം മാത്രമേ അമ്മയ്ക്കുള്ളൂ. മക്കൾ എന്ത് ചെയ്യടാ? അവരുടെ ഒച്ചയെങ്കിലും അമ്മയൊന്ന് കേൾക്കട്ടെ മോനെ. മോനെ, അമ്മയുടെ വിസയുടെ കാര്യം. മോനെ, ഹലോ. കട്ടായെന്ന് തോന്നുന്നു. മമ്മി എന്താ ഇങ്ങോട്ട് വരാത്തത്? ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ മമ്മിയെ കൊണ്ടുവരാൻ. നമുക്കിവിടെ സുഖമായിട്ട് കഴിയാലോ മമ്മി. മനസ്സിലായി. ഞാൻ ഇല്ലാതായപ്പോഴാണ് നിന്റെ ഭാര്യയ്ക്ക് എന്റെ വില മനസ്സിലായത്. വീട്ടുപണിയും കുട്ടികളെ നോക്കലും ഒക്കെ ആയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അല്ലേ? എങ്കിലേ കണക്കായിപ്പോയി. ഈ റോസിയോടാ കളി, അഹങ്കാരി. നിങ്ങൾക്കറിയോ, എൻ്റെ മക്കൾ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ അവരുടെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി. പിന്നീട് അടുക്കളപ്പണി ചെയ്താ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. ഈശ്വര കൃപയാൽ അവർ നന്നായി പഠിച്ചു. മോളെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചു വിട്ടു. മോൻ പഠിച്ച് വലിയ ജോലിക്കാരനായി. ഇപ്പോൾ ഭാര്യയോടും മക്കളോടൊപ്പം അമേരിക്കയിലാണ്. ജാനിയമ്മേ, എത്ര നാളായി നിങ്ങളുടെ മകൻ നിങ്ങളെ വന്ന് കൊണ്ടുപോകുമെന്ന് പറയുന്നു. എന്താ ഇതുവരെ വരാത്തത്? എനിക്ക് എൻ്റെ പേരക്കുട്ടികളെ കാണാൻ കൊതിയാകുന്നു. അവരുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കിയിരുന്നത് ഞാനാ. അവരെ കളിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും ഉറക്കുന്നതും ഒക്കെ ഞാനായിരുന്നു. എന്തൊരു കുസൃതിയാണെന്നോ രണ്ടിനും. എല്ലാ കളി എൻ്റെ അടുത്താ. എത്ര പെട്ടെന്നാ കാലം പോയത്. ഇപ്പൊ വലിയ പിള്ളേരായി, വലിയ സ്കൂളുകളിലാ പഠിക്കണേ. ഇനി എന്നാണാവോ അവരെ ഒന്ന് കാണാൻ പറ്റുക?
ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പൊന്നാരം മേരി സിസ്റ്ററെ, എനിക്ക് എന്തോ തീരെ വയ്യാത്ത പോലെ, തൊണ്ടയൊക്കെ വരളുന്നു. എനിക്കൊന്ന് കിടക്കണം. ജാനിയമ്മ എപ്പോഴും ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരുന്നിട്ടാ. എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണണം. ആരെങ്കിലും എന്റെ മക്കളെ ഒന്ന് വിളിക്കുവോ? ഞാൻ ഡോക്ടറിനെ വിളിക്കാം. വാ. ഡോക്ടറോട് ഒന്ന് പറ മോളെ, എന്റെ മോനെ ഒന്ന് വിളിക്കാം. എത്ര നാളായി. ഡോക്ടറെ, ജാനിയമ്മയ്ക്ക് തീരെ വയ്യെന്ന. ജാനിയമ്മേ, എന്താ പറ്റിയേ? ജാനിയമ്മ ശരിക്കും ഉറങ്ങാത്തതിൻ്റെയാണ് പ്രശ്നം. സിസ്റ്ററെ, ഈ ഇഞ്ചക്ഷൻ ജാനിയമ്മയ്ക്ക് കൊടുക്ക്. ജാനിയമ്മ ഒന്ന് ഉറങ്ങി എണീക്കട്ടെ, അപ്പം എല്ലാം ശരിയാവും. ജാനിയമ്മേ, നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. എന്റെ കുട്ടികളെ ഒന്ന് കണ്ടാ മതി എനിക്ക്. നമുക്കിത് എടുക്കാം. ജാനിയമ്മേ, ജാനിയമ്മേ, ജാനിയമ്മ ഉറങ്ങിയെന്നാ തോന്നുന്നേ. അവിടെ കിടന്നോ? കിടക്ക്. ഡോക്ടറെ, എത്ര നാളായി ജാനിയമ്മയുടെ മകൻ വന്ന് അവരെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. പക്ഷെ ഇതുവരെ വന്നില്ലല്ലോ. ജാനിയമ്മയ്ക്കാണെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും അസുഖം കൂടിക്കൂടി വരികയാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? അവർ ഇനി ഒരിക്കലും വരില്ല റോസ് ചേച്ചി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ അമ്മയെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അവരെ പോറ്റി വളർത്താനും അവർക്ക് നല്ല ആഹാരം ഉണ്ടാക്കാനും വീട്ടുജോലികൾ ചെയ്യാനും അവരെ മക്കളെ വളർത്തി വലുതാക്കാനും എല്ലാത്തിനും അവർക്ക് ഈ അമ്മ ആവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് ഈ അമ്മയ്ക്ക് വയ്യ. സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും പരസഹായം വേണ്ടി വരുന്ന അവസ്ഥ. ഈ അമ്മയെ അവർക്ക് എന്തിന്? അതുകൊണ്ട് ഒരു വലിയ തുക അവർ നമ്മളെ ഏൽപ്പിച്ചിട്ട് ഈ അമ്മയെ ഇവിടെ ഉപേക്ഷിച്ചു പോയി. അമ്മയ്ക്ക് ഒരു കുറവുമില്ലാതെ നോക്കാൻ അവരമ്മയെ നമ്മളെ ഏൽപ്പിച്ചു. ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടാതിരുന്നപ്പോൾ അമ്മ എന്നോട് പരാതി പറയുമായിരുന്നു. അവർ തീർച്ചയായും കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് ഞാനും അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തു. കാരണം സത്യം അറിഞ്ഞാൽ ഈ അമ്മ ഹൃദയം പൊട്ടുമെന്ന് എനിക്ക് തോന്നി. ഡോക്ടറെ, അപ്പൊ മോളും എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? എന്റെ മക്കളെ ഇനി എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലേ? ജാനിയമ്മേ, എന്നോട് ക്ഷമിക്ക. അമ്മ പൈകിളി ചൊല്ലു നീ ചൊല്ലു, എന്ന കുഞ്ഞുങ്ങൾ എന്നു പോയി ആവണം ചേരില്ലേ. എന്റെ മകൻ എന്നെ ഇഷ്ടമായിരുന്നില്ലേ? എന്റെ ഭാഗത്തും തെറ്റ് സംഭവിച്ചില്ലേ? മമ്മി, ദേ നോക്കിയേ, എന്താ ഞങ്ങൾ മമ്മിക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. മമ്മിക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശ. കൊണ്ടുപോടാ. അവനവന്റെ പെണ്ണുമ്പിള്ളയെ കറങ്ങാൻ പോയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മച്ചാല ദോശ. ഞാൻ എന്റെ അടുത്ത കാവൽപ്പെട്ടിയോ? എന്നാ മമ്മി, എന്തു പറ്റി? സുഖമില്ലേ? മുഖം വല്ലാതെ ഇരിക്കുന്നു. ഡോക്ടറിനെ കാണണോ? ഓ, ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ? എനിക്കൊരു ഡോക്ടറിനെയും കാണണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ ചത്താലെന്നാ ജീവിച്ചാലെന്നാ. ഈ വീട് ഞാൻ ആർക്കും വിട്ടുതരില്ല. അപ്പുറത്തുള്ള 10 സെന്റ് സ്ഥലം ഞാൻ നിനക്ക് തരാം. നിങ്ങൾ അവിടെ വീട് വെച്ച് അങ്ങോട്ട് മാറിക്കോ. എനിക്കൊരു വീടും വേണ്ട, സ്ഥലവും വേണ്ട. മമ്മി സന്തോഷമായി ഇരുന്നാൽ മതി. എന്നാ മമ്മി ഇത്? എനിക്ക് മമ്മിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അവളെയും ഉപേക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമയോടെ പോയാലല്ലേ എനിക്കൊരു സന്തോഷമുള്ളൂ. മോനെ, അമ്മയാടാ. മമ്മി എന്തിനാ കരയുന്നത്? മമ്മി കരയണ്ട കേട്ടോ. ഞാനും അവളും കൂടി ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. മമ്മി കരയണ്ട. ഞാനും റാണിയും മമ്മിയെ കാണാൻ വരാനിരിക്കുമായിരുന്നു. അവൾക്ക് മമ്മിയോട് യാതൊരു പിണക്കവും ഇല്ലാട്ടോ. വേണ്ട മോനെ, അമ്മ തന്നെ അങ്ങോട്ട് വന്നോളാം. ഇന്ന് തന്നെ അമ്മ വന്നോളാം. സാറമ്മ ചേച്ചി. റോസി ഒന്നും പറയണ്ട, ഞാൻ എല്ലാം കേട്ടു. സന്തോഷമായി. തെറ്റ് പറ്റാത്തവരായി ആരുമില്ലല്ലോ റോസി. അത് തിരുത്തുമ്പോഴല്ലേ ദൈവ തിരുമുമ്പിൽ നമ്മൾ വലിയവരാകുന്നത്. സന്തോഷത്തോടെ പോയി വാ. എന്റെ നല്ല പ്രായത്തിൽ ഞാൻ എന്റെ മാതാപിതാക്കളെ നോക്കിയിട്ടില്ല. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ പരിപാലിക്കുന്നത്, അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സത്യത്തിൽ എന്റെ മകൻ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് പോലും ഞാൻ അർഹയല്ല. എനിക്കെന്റെ
ഞാനിങ്ങോട്ട് പോവാട്ടോ. റോസിയും പോവാണ്. എൻ്റെ മക്കള് മാത്രം വന്നില്ല. എനിക്കാണ് തീരെ വയ്യ. അയ്യോ വിഷമിക്കാതെ ജാനിയമ്മ, അവര് വരും. സിസ്റ്ററെ, ഞാൻ അങ്ങോട്ട് പോവുക. ജാനിയമ്മയ്ക്ക് തീരെ വയ്യെന്ന് തോന്നുന്നു. എൻ്റെ സിസ്റ്ററെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ എന്നെ വിളിക്കണേ. ഞാൻ അങ്ങോട്ട് പോവുക. റോസിയമ്മ സമാധാനമായിട്ട് പൊക്കോ. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കണേ. എന്നാ ശരി. എന്നെ പറ്റി ജാനിയമ്മ. ഡോക്ടറെ ഓടി വന്നേ. ജാനിയമ്മയ്ക്ക് അനങ്ങുന്നില്ല. എന്ത് പറ്റി? പൾസ് റീഡായോ? പൾസ് കിട്ടുന്നില്ല. അയ്യോ ജാനിയമ്മയ്ക്ക് എന്താ പറ്റി? ജാനിയമ്മേ, ജാനിയമ്മ എനിക്കും ജാനിയമ്മേ, മക്കള് വരും ജാനിയമ്മേ. ജാനിയമ്മേ, ജാനിയമ്മേ, ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഇതാ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയ ഒരു അതിഥി കൂടി വന്നു കേട്ടോ. ഞാൻ അധികകാലമൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല. എനിക്കൊരു മകളേ ഉള്ളൂ. എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ അവൾക്ക് എഴുതി കൊടുത്തു. അവൾ ഒരു പുതിയ വീട് വെച്ചിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങൾക്കറിയുമോ, എനിക്കൊരു മകനുണ്ട്. അന്ന് അമേരിക്കയിൽ ഒരു വിസ ശരിയായ അവൻ എന്നെ വന്ന് കൊണ്ടുപോകും. അവനെ കൊണ്ടുപോകും. വാർദ്ധക്യം എന്നത് ഒരു മുറിപ്പെടുത്തലാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഒരു വാർദ്ധക്യമുണ്ട്. മക്കളെ, നിങ്ങളോടൊരു വാക്ക്. അരമുറുക്കിയും കരി പിടിച്ചും പട്ടിണി കിടന്നും നിങ്ങളെ വളർത്തിയെടുത്ത ഒരു കഴിഞ്ഞ കാലം നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ട്. അനാഥ മന്ദിരങ്ങളുടെ ഉള്ളറകളിലേക്ക് നിങ്ങൾ അവരെ തള്ളിവിടുമ്പോൾ ഓർക്കുക, മറ്റൊരു വാർദ്ധക്യം നിങ്ങളെയും തേടിയെത്തും. മാതാപിതാക്കളെ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പ്. മക്കളെന്ന സമ്മാനം ദൈവത്തിന്റെ വരദാനമാണ്. അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ഉഴുതുമറിച്ചുള്ളതെല്ലാം ദാനം ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. ആ ജീവിതം ജീവിച്ചു തീർക്കാൻ ഒരിക്കലും മറന്നു പോകരുത്.